നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേവലം ഒരു മത്സരമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഉഭയകക്ഷി രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം കുറിക്കാനുള്ള BJPയുടെ ശക്തമായ നീക്കമാണ്. നേമത്തും പാലക്കാടും തൃശ്ശൂരും മാത്രമായി ഒതുങ്ങിയിരുന്ന ചർച്ചകൾ ഇപ്പോൾ കേരളത്തിലുടനീളം വ്യാപിച്ചിരിക്കുന്നു. LDFും UDFും വികസനത്തെക്കുറിച്ച് മിണ്ടാതെ BJP വിരുദ്ധത മാത്രം ആയുധമാക്കി മുന്നോട്ടു പോകുമ്പോൾ BJP നിശബ്ദമായി ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നടത്തിയ അപ്രതീക്ഷിതമായ കുതിപ്പ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു. ഇപ്പോൾ നേമം മണ്ഡലത്തിൽ BJPയുടെ ചുവരെഴുത്തുകൾ നേരത്തെ തന്നെ ആരംഭിച്ചത് പാർട്ടിയുടെ ആത്മവിശ്വാസം പ്രകടമാക്കുന്നു. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലം ഇക്കുറി തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പാണ്. കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ പാകത്തിൽ BJP വളർന്നത് വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള സമീപ മണ്ഡലങ്ങളിലും വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ പ്രവർത്തന പരിചയമുള്ള ജനസമ്മതിയുള്ള ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്ന വാർത്തകൾ LDF UDF ക്യാമ്പുകളിൽ ഇതിനകം തന്നെ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. BJP ഇക്കുറി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേവലം 3-4 സീറ്റുകളിലല്ല, മറിച്ച് വിജയമുറപ്പായ 36 മണ്ഡലങ്ങളിലാണ്. BJP ഇത്രയും ശക്തമായി മുന്നേറുന്നത് കണ്ടാണ് LDFും UDFും തങ്ങളുടെ പഴയ ശത്രുത മറന്ന് ഒന്നിക്കുന്നത്. മുമ്പ് ഇവർ രഹസ്യമായി വോട്ട് കച്ചവടം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ അത് പരസ്യമായിരിക്കുകയാണ്. കുന്നത്തുനാട് മോഡലിൽ 2020 തോൽപ്പിക്കാൻ ഇവർ കൈകോർത്തതുപോലെ BJPയെ തടയാൻ ഇവർ ഇനിയും ഒന്നിക്കുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനങ്ങളെന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പാലക്കാട് ശോഭ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് ക്യാമ്പ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ശത്രുപാളയത്തിൽ പോലും ശോഭ സുരേന്ദ്രന്റെ ജനസ്വാധീനത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. പാലക്കാട് നഗരസഭയിലെ BJP ഭരണം ശോഭ സുരേന്ദ്രന് വലിയ പിന്തുണയാകും. അതേസമയം തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വവും സുരേഷ് ഗോപിയുടെ പ്രചാരണവും മണ്ഡലത്തെ BJPക്ക് അനുകൂലമാക്കുന്നു. K. കരുണാകരന്റെ മകൾ BJP പാളയത്തിലെത്തിയത് പഴയകാല കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് ഒഴുകാൻ കാരണമാകും. ഒല്ലൂരിൽ ജേക്കബ് തോമസിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ വരുന്നതോടെ തൃശ്ശൂർ ജില്ല BJPയുടെ കോട്ടയായി മാറും. പാല, പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ ഷോൺ ജോർജിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാണ്. സഭയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഷോൺ പാലായിലെ മാണി സി കാപ്പൻ, ജോസ് കെ മാണിപ്പൂരിൽ നിർണായക ശക്തിയായി മാറും. തിരുവല്ലയിൽ അനൂപ് ആന്റണിയും ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതിയും നടത്തുന്ന പ്രവർത്തനങ്ങൾ BJPയുടെ താഴെത്തട്ടിലുള്ള വളർച്ചയ്ക്ക് തെളിവാണ്. ചെങ്ങന്നൂരിലെ 6 പഞ്ചായത്തുകളിൽ പിടിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. കാസർഗോഡ് ജില്ലയിൽ അഡ്വക്കേറ്റ് അശ്വിനി പോലെയുള്ള മഹിളാ മോർച്ച നേതാക്കൾ സജീവമായതോടെ മഞ്ചേശ്വരത്തും കാസർഗോഡും BJPക്ക് വലിയ വിജയസാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം ഇക്കുറി BJP അക്കൗണ്ടിൽ ചേരുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കായംകുളത്ത് തുഷാർ വെള്ളാപ്പള്ളി കൂടി എത്തുന്നതോടെ NDA സഖ്യം ദക്ഷിണ കേരളത്തിലും വലിയ ഓളമുണ്ടാക്കും. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഒന്നുമില്ലാത്ത LDF ഇപ്പോൾ വർഗീയ കാർഡാണ് ഇറക്കുന്നത്. പിണറായി പോയാൽ ഹിന്ദു ഭരണം ഇല്ലാതാകും, ഇസ്ലാമിക ഭരണം വരും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതും വിശ്വാസികളെ ഹനിക്കുന്നതും ഇതേ LDF തന്നെയാണെന്ന് ജനങ്ങൾക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയായും പോപ്പുലർ ഫ്രണ്ടുമായും രഹസ്യബന്ധം പുലർത്തുന്നവർ BJPയെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത് പരിഹാസ്യമാണ്. BJP ഇക്കുറി തള്ളിക്കയറ്റത്തിലല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് നീങ്ങുന്നത്. ചാത്തന്നൂർ, വർക്കല, കോവളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനം കുത്തനെ ഉയർത്താൻ അവർക്ക് കഴിയും. കോൺഗ്രസും CPMും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. അവർക്ക് BJPയെ എതിർക്കാൻ വികസനമല്ല, മറിച്ച് BJP വിരുദ്ധത മാത്രമാണ് ആയുധം. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക തലത്തിലെ ചിട്ടയായ പ്രവർത്തനങ്ങളും BJP ഇക്കുറി നിയമസഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ എത്തിക്കുമെന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.